ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടും എന്നാൽ വളരെ സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു 3 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ആ സമയത്ത് തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പൊന്ന് കുതിരാനായിട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. സവാള ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, അതിന് മുന്നേ തന്നെ നമ്മളതുപോലെ അങ്ങ് കോരിയെടുക്കണം. ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഉള്ളി പൊരിച്ചില്ലേ, ആ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു 2 ഗ്രാമ്പൂവും ഒരു പകുതി തക്കോല മതി, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളി അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ആ തക്കാളിയുടെ എല്ലാ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെയും തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കനില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം അതിൽ കാണും. അപ്പോൾ അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസും വെന്ത് ഉടഞ്ഞൊന്നും പോവാത്ത രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്.
ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കണം. കസൂരി മേത്തി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു ടേസ്റ്റിൽ ഇത് കിട്ടുന്നത്. ഇനി അവസാനം ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും നമുക്ക് അണ്ടിപ്പരിപ്പ് മാത്രം അരച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് കുറച്ച് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. ഞാനിവിടെ ഗോതമ്പിൻ്റെ പൂരിയുടെ കൂടെയാണ് ബട്ടർ ചിക്കൻ സെർവ് ചെയ്തിരിക്കുന്നത്. നല്ല ഏത് പലഹാരത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല അടിപൊളി ഉണ്ടോ, നല്ല അടിപൊളി തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.